ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, പുലാവാണ്. അതും ഗ്രീൻ പീസ് അല്ലെങ്കിൽ മട്ടർ പുലാവ്. നല്ലൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ക്വിക്കായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂവും ഏലക്കയും കറുവപ്പട്ട ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഒരുപാട് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളർ ആക്കണ്ട, എന്നാലും ഒന്ന് നല്ലപോലെ വാടി കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. ഒത്തിരി ഗോൾഡൻ കളറാവാൻ വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടി കിട്ടും. ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ വേവിച്ചാണ്. ശകലം ഗരം മസാല ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ചൂടുവെള്ളം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം വറ്റി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മട്ടർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.